കൊടുത്ത വ്യക്തിയുമായിട്ടുള്ള ശ്രീ രഞ്ജിത്ത്. ഞാൻ ആരോപണത്തിന്റെ മെറിറ്റ് എനിക്കറിയില്ല. എന്നിരുന്നാലും ആരോപണം വരികയാണ്. ഏത് സിനിമയെ പറ്റിയിട്ടാണ് ശ്രീ ഹാഷ്മി? താങ്കൾ പാലേരി മാണിക്യ സിനിമ കണ്ടതാണോ? പാലേരി മാണിക്യ സിനിമയ്ക്കകത്ത് ശ്രീ രഞ്ജിത്ത് പറയാൻ ശ്രമിച്ച കഥ തന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾക്കെതിരായിട്ടുള്ള സന്ദേശമാണ്. അതിന് സംവിധായകൻ തന്നെ മുരിക്കുംകുന്നത്ത് അഹമ്മദ് ഹാജിയായി മാറി എന്ന പരാതി ഒരു നടി വരികയാണ്. ആ കേസ് അന്വേഷിക്കണ്ടേ? അതിന്റെ മെറിറ്റ് അന്വേഷിക്കണ്ടേ? സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരായിട്ടാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പരാമർശമുള്ള ഒരാളാരാണ്? ആത്മ എന്ന് പറയുന്ന ശ്രീലേഖാമിത്ര പറയുന്നു, ഇത്തരത്തിൽ കേരളത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ആ കറുത്ത രാത്രിയാണ് ഓർമ്മ വരുന്നത്. എനിക്ക് പേടി ഇപ്പോഴും ഉണ്ട്. രാവിലെ നമ്മളോട് സംസാരിക്കുമ്പോൾ ആ ട്രോമ അവരുടെ മുഖത്ത് വളരെ വ്യക്തമാണ്. ആ ട്രോമയുണ്ടെങ്കിലും ഈ വെളിപ്പെടുത്തലുണ്ടെങ്കിലും സർക്കാർ ഉടനെ പറയാൻ പോകുന്നത് എന്താ അറിയോ? പരാതി കൊണ്ടുവരട്ടെ സർക്കാർ. ഈ പരാതി ഇപ്പൊ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഇപ്പം സൗമ്യയുടെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിച്ചിട്ടാണല്ലോ ഗോവിന്ദച്ചാമിക്കെതിരായിട്ട് കേസെടുത്തത്. സൗമ്യയുടെ കയ്യിൽ നിന്ന് പരാതി എഴുതി വാങ്ങിച്ചിട്ടാണല്ലോ ഗോവിന്ദച്ചാമിക്കെതിരായിട്ട് കേസെടുത്തത്. നിർഭയയുടെ കയ്യിൽ നിന്ന് പരാതി എഴുതി വാങ്ങിച്ചിട്ടാണല്ലോ ഈ ഡൽഹിയിലെ ഗാങ് റേപ്പിന്റെ ആ പ്രതികൾക്കെതിരായിട്ട് കേസെടുത്തത്, ഈ രാജ്യം പ്രോസിക്യൂട്ട് ചെയ്തത്. അപ്പൊ അതൊക്കെ ഇവർ പറയുന്ന തുടിഞ്ഞങ്ങളെ പോട്ടെ. കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പരാതിയില്ല, ആ കുട്ടിക്ക് പരാതി കൊടുക്കാൻ കഴിയില്ല, ഈ ലോകത്തില്ല. ആ കുട്ടിയുടെ അച്ഛന്റെ പരാതിയിൽ അമ്മയുടെ പരാതിയിൽ ഒന്നുമല്ല കേസെടുത്തത്. അവിടെ ഒന്നും പരാതി ഇല്ലായിരുന്നു കേട്ടോ രാഹുൽ. അല്ല ശ്രീ ഹാഷ്മി പഴയ IPC ആയാലും പുതിയ ന്യായ സംഹിത ആയാലും ഇതിനകത്തൊക്കെ പറയുന്ന 0 FIR എന്ന് പറഞ്ഞൊരു ക്ലോസ് ഉണ്ട്. ലളിതകുമാരി കേസിനകത്തൂടെ വളരെ കൃത്യമായി ഒരു വെർഡിക്റ്റ് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് പ്ലേസ് ഓഫ് ഒക്കറൻസ് പോലും വിഷയമല്ല പരാതി എടുക്കാൻ, FIR രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പോട്ടെ, വാക്കാലുള്ള പരാതി പോലീസ് സ്റ്റേഷനിൽ പോയി കൊടുത്താൽ മാത്രമേ ഇവർ സ്വീകരിക്കത്തുള്ളൂ. ഇപ്പോൾ ഒരു അതിജീവിത പരാതിയുമായി വന്നിരിക്കുന്നു, ഇവർ കേസെടുക്കട്ടെ. FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഒരു കമ്മീഷന് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ, കമ്മീഷനിൽ വന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇവർ കേസെടുക്കാത്ത സർക്കാരാണോ? സോളാർ കേസിനകത്ത് അതിനകത്തെ പരാതിക്കാരി ഉന്നയിച്ച ഒരു കാരണവശാലും നിലനിൽക്കാത്ത ഒരുപിടി കേസുകൾ, ഒരുപിടി ആരോപണങ്ങൾ കോടതിയുടെ വരാന്തയിൽ പോയിട്ട് കോടതിയുടെ പാർക്കിംഗ് ഏരിയയിൽ പോയി നിലനിൽക്കാത്ത കേസ്. ആ കേസിന്റെ പേരിൽ ലൈംഗിക കുറ്റങ്ങൾ ചുമത്തിയിട്ട് കേസെടുത്തിട്ടുള്ള ആളുകളല്ലേ ഈ സർക്കാർ? ഒരു മുൻ മുഖ്യമന്ത്രിക്കെതിരായിട്ട് നിരവധി ജനപ്രതിനിധികൾക്കെതിരായിട്ട് കേസെടുത്തിട്ടുള്ള സർക്കാരല്ലേ ഈ സർക്കാർ? ആ സർക്കാരിന് എന്താണെന്നേ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ആരെയും അവർ സംരക്ഷിക്കേണ്ട ആളുകൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാലേരി മാണിക്യത്തിന്റെ സംവിധായകന്റെ രാഷ്ട്രീയ പശ്ചാത്തലം. ആത്മ എന്ന് പറയുന്ന സംഘടനയെ പറ്റി കൃത്യമായി പരാമർശം വരുന്നു. ആരാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്ന ആത്മയുടെ പ്രസിഡന്റ്? അത് ഈ സംസ്ഥാനത്തിന്റെ മന്ത്രിയാണെന്നേ. ഈ സംസ്ഥാനത്തിന്റെ ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന മന്ത്രിസഭയിലെ മന്ത്രിയായ ശ്രീ ഗണേഷ് കുമാറിനെതിരായിട്ട് ലൈംഗിക അതിക്രമമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് അവസരങ്ങൾ നിഷേധിച്ചു പവർ ഗ്രൂപ്പിന്റെ ഭാഗമായി എന്നുള്ള പരാമർശമുള്ള ആത്മയുടെ പ്രസിഡന്റ് ശ്രീ KB ഗണേഷ് കുമാറാ. എന്താ നടപടി? ഇനി ചോദിച്ചോട്ടെ, അതെല്ലാം വിട്ടേരെ. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമത്തെ ഇവർ ഇത്ര ഗ്രാവിറ്റി കുറവായിട്ടാണ് എടുക്കുന്നത്.